കിട്ടും. ഓ, ഞാൻ താമസിക്കുന്ന റൂം നോക്ക്. ഇവിടെ അല്ല കേട്ടോ, ഇതിലൊരു 100-150 ആൾക്കാർ നിൽക്കുന്നുണ്ട്. ചൂറാൻ കുറച്ചും കൂടി വാങ്ങിക്കിട്ടോ. അടിപൊളി ടേസ്റ്റ് വെച്ചാൽ അടിപൊളി ടേസ്റ്റ്. കാര്യം ഞാൻ പറഞ്ഞില്ല, കുറേ ദിവസത്തിന് ശേഷം കഴിക്കുന്നതാണ്. വീട്ടിൽ നിന്നും ഈ സെയിം ഫുഡാണ് കിട്ടൽ. അപ്പം നമുക്ക് ഇത്രയും ടേസ്റ്റ് തോന്നൂല ഡെയിലി കഴിക്കുന്നതിനെ കൊണ്ട്. പക്ഷെ ഇപ്പം എന്താ അറിഞ്ഞൂടാ, ഒരു സ്വർഗം കിട്ടിയ സന്തോഷം. ഇപ്പോൾ ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. എനിക്ക് പിന്നെ ചാർജറിൽ ചെറിയൊരു പണി കിട്ടിയിരിക്കുക. അവിടെ മലേഷ്യൻ പ്ലഗ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇതില്ല, റെക്റ്റാങ്കിളാണ് മൊത്തം. അപ്പോൾ അത് സീനാണ്, നമ്മളെ ചാർജർ കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് എന്തായാലും ഫുഡ് വാങ്ങിക്കൊണ്ടുവരണം. പിന്നെ ചാർജർ അവിടെ കിട്ടുമോ നോക്കുക. നമ്മൾ നേരത്തെ പോയ ഇതില്ലേ, മാർക്കറ്റില്ലേ, സൂപ്പർ മാർക്കറ്റില്ലേ, അവിടേക്ക് പോവാം. മലേഷ്യ ഞാൻ തോന്നുന്നില്ല കേട്ടോ. അല്ല, കണ്ടിട്ട് മലേഷ്യ ഞാൻ തോന്നുന്നുണ്ട്, പക്ഷേ ഇതാവുന്നില്ല. എന്താ പറയുക, ഒരു ഫീലിങ്സ് കിട്ടുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാരുള്ള മലേഷ്യ അല്ലേ നമ്മൾ കണ്ട്. ഇവിടെ ആൾക്കാരില്ല ഇച്ചിരി. ചിലപ്പോൾ ഈ സമയമായതിനെ കൊണ്ടായിരിക്കും കേട്ടോ. ഈ സമയമാണെങ്കിൽ 5-5:15 വൈകുന്നേരം 5:15. ഞാൻ 11 മണിക്ക് അവിടെ വന്നിറങ്ങിയതാണ്, എയർപോർട്ടിൽ വന്നിറങ്ങിയതാണ്. എന്നിട്ട് ഇപ്പോഴാണ് വന്ന് പുറത്ത് കഴിക്കുന്നത്. അതൊക്കെയാണ് അവസ്ഥ. ഫ്രഞ്ച് ഐറ്റംസ് വാങ്ങും. അല്ല, ഇത് ക്രീം ബന്നാ. ഇത് അടിപൊളി സാധനമാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈറ്റ വാങ്ങാം തൽക്കാലം. ഇത് എരിവ് സ്പൈസി കേട്ടോ. 2.60 വേണ്ടി വരും. വേണ്ട, ഇതിന് 1.60. എന്താ വില കൂടുതലാണല്ലോ. ഇതെന്താ ഇത്? ഐറ്റംസ് കുറേ കണ്ടു കിട്ടും നമ്മളിവിടെ. പക്ഷേ ഞാനിവിടെ ഇത് മാത്രമേ വാങ്ങുന്നുള്ളൂ. ഇത് അടിപൊളിയായിട്ട് സാധനം. 4 യൂറോ മാത്രമേ, അല്ല 4 റിങ്കറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന് ഒരു റിങ്കറ്റും ഉണ്ട്. അപ്പോൾ അത് വേർത്താണ്. നമ്മൾ കഴിച്ചാലും കുറേ ബാക്കി ഉണ്ടാവും. ഗൈസ്, ഈ മാർക്കറ്റിൽ 2 ചേച്ചിമാരുണ്ട്. ഞാൻ കണ്ടപ്പോൾ അവർ പക്ക തമിയൻസാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവർ മലേഷ്യൻസാണ്. അവർ തമിഴ് എങ്ങനെ അറിയാം, എത്ര കാലമായി ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞാൽ അല്ല മലേഷ്യൻസാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എങ്ങനെ മലേഷ്യ, നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് പിന്നെ പൗരത്വം എടുത്താണോ, അതെങ്ങനെയാണെന്ന് അറിയുകയാണെങ്കിൽ എനിക്ക് വന്നെടുക്കാമല്ലോ. ആ ബേസിൽ ഞാൻ ചോദിച്ചതാണ്. പക്ഷേ പുള്ളി പറഞ്ഞാൽ അങ്ങനെയല്ല, ഞങ്ങൾ ജനിച്ച മുതലേ ഇവിടുത്തുകാരാണെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് മലേഷ്യൻസിൽ തമിഴൻസ് അത്യാവശ്യം നല്ലൊരു പെർസെൻറ്റേജ് ഉണ്ട്. കാര്യം അന്ന് കുറേ ആൾക്കാർ പല സ്ഥലത്തേക്കും പോയില്ലായിരുന്നോ, നമ്മുടെ നാട്ടിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് ബർമയിലേക്കും അതുപോലെ മറ്റേ എന്താ പറയുക മലേഷ്യക്കും കുറേ സ്ഥലത്തേക്ക് പോയി ആൾക്കാർ. അപ്പോൾ അതിൽ മ്യാൻമറിലും അത്യാവശ്യം ആൾക്കാരുണ്ട്. അതുപോലെ മലേഷ്യയിൽ അത്യാവശ്യം നല്ലൊരു പെർസെൻറ്റേജ് തമിഴൻസ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു അവരെ ഒരു പോപ്പുലേഷൻ കൂടുതലുള്ളത് മറ്റേ നമ്മുടെ ഓസ്ട്രേലിയയിലും ഉണ്ട്, സിംഗപ്പൂരും ഉണ്ട്. സിംഗപ്പൂരൊക്കെ അവരൊരു കോട്ടാണ് ശരിക്കും കേട്ടോ. ചാർജറല്ല, മറ്റേ സാധനമല്ലേ, പ്ലഗ് 3 പിന്നില്ലേ. ഇവിടെ ഫുള്ള് മലേഷ്യൻ പ്ലഗ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിന് നമുക്കൊരു പിന്ന് വാങ്ങണം, എന്നിട്ട് അതൊന്ന് സെറ്റാക്കണം. കുറച്ച് പണിയുണ്ട്. നല്ല ഫുഡ് കിട്ടും കേട്ടോ. നല്ല നാടൻ തമിഴ് ഫുഡ് കിട്ടും, തമിഴ്നാടൻ ഫുഡ് കിട്ടും. എടുത്തോ. അതെന്താണ്, അതെന്താ കറി? ഇത് കോഴി, ചിക്കൻ. ഇത് കോഴി, അതെന്താ? ഇത് കമ്പി, ആട്. എന്നാൽ അതൊക്കെ പ്രൈസ് സെയിമാ, എല്ലാം പ്രൈസ് സെയിമാ. പിന്നെ ആട് എടുത്തോ. മിക്സ് ആക്കാൻ പറ്റുമോ? മിക്സ് എടുക്കാൻ ഓക്കെ, എന്നാ എടുത്തോ. പീസ് ഏതെങ്കിലും കട്ട് വയ്ക്കൂടെ? കയറി കാലത്തിന് ശേഷം ചോറുണ്ട്. ഇത് നല്ല വാഷ് ഫേസ് ആട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴേക്ക് മനസ്സിലായി തമിഴ്നാട് ഹോട്ടലിൽ കയറിയ പോലെ തന്നെയാണ്. പക്ഷേ അവരെ ഫുഡ് അടിപൊളിയാണ്. പിന്നെ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റുമല്ലോ, അത് തന്നെ വലിയ കാര്യം. സാധാ ചോറും കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് ആട് കറിയും ഒരു ബീഫും അല്ല ഒരു ചിക്കൻ പൊരിച്ചുകൊണ്ട്. അപ്പോൾ ഇതിന് കോസ്റ്റ് വന്ന് 9 റിങ്കറ്റ് കേട്ടോ. 9 റിങ്കറ്റ് എന്ന് പറയുമ്പോൾ 170 റുപ്യേൻ്റെ അടുത്ത് വരും. നല്ല ചിലവാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. കറക്റ്റ് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ചോറ് നിന്നിട്ട് 38 ദിവസമായി. ഇതുപോലത്തെ ചോറ് ഞാൻ കുറച്ചും കൂടി വാങ്ങിക്കിട്ടോ.
അടിപൊളി ടേസ്റ്റ് വെച്ചാൽ അടിപൊളി ടേസ്റ്റ്. കാര്യം ഞാൻ പറഞ്ഞില്ല കുറേ ദിവസത്തിന് ശേഷം കഴിക്കുന്നതാണ്. വീട്ടിൽ നിന്നും ഈ സെയിം ഫുഡാണ് കിട്ടൽ. അപ്പം നമുക്ക് ഇത്രയും ടേസ്റ്റ് തോന്നൂല ഡെയിലി കഴിക്കുന്നതിനെ കൊണ്ട്. പക്ഷെ ഇപ്പം എന്താ അറിഞ്ഞൂടാ, ഒരു സ്വർഗം കിട്ടിയ സന്തോഷം. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് സൂപ്പർ മാർക്കറ്റിലാട്ടോ. ഒരു 3 പിൻ വാങ്ങാൻ വേണ്ടി വന്നതാണ്. നമ്മളെ ഇവിടെ പ്ലഗിന് ചെറിയൊരു പ്രശ്നമില്ലേ, നോക്കുന്നേരം ഇവിടെ ഫുള്ള് തമിയൻസ് ആട്ടോ. എൻ്റെ നൈറ്റ് ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിന്ന് പോകുന്നത് ബുക്കറ്റ് ബിത്താങ്ങിലോട്ടാണ്. മലേഷ്യയിലെ കൊലാലംപൂരെ ഒരു അടിപൊളി സിറ്റിയാണ് ബുക്കറ്റ് ബിത്താങ്. കൊലാലംപൂർ എന്നെ സിറ്റിയാണ്, പക്ഷേ ഇതൊരു അടിപൊളി ഏരിയ ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള സ്ഥലം എന്ന് നമ്മൾ പറയുമല്ലേ, അതുപോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാനിങ്ങോട്ട് പോകുന്നത് ബൈ മെട്രോ ആണ്. നടക്കാൻ നോക്കുകയാണെങ്കിൽ ഒരു 4.5 കിലോമീറ്റർ അങ്ങനെ ഉള്ളൂ, പക്ഷേ നടക്കുകയാണെങ്കിൽ ആവില്ല, ഇടങ്ങാറായി പോകും. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഇവിടുന്ന് അവിടം വരെ മെട്രോ ഉണ്ട്. അപ്പോൾ നമുക്ക് മെട്രോയിൽ പോവാം. പിന്നെ അവിടെ ഒരുപാട് ഷവർമ കടകളുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ പോകണം. ഒരു ഷവർമ എന്ന് പറയുമ്പോൾ നാട്ടിലെ പോലെ ഷവർമ അല്ല കേട്ടോ. സിറിയൻസ്, അതേപോലെ ലബനീസ്, അങ്ങനെയുള്ള അവിടുന്ന് ആ ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇവിടെ വന്ന് കച്ചവടം തുടങ്ങി. അടിപൊളി ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് അവിടെ പോയി നോക്കാം. എന്നിട്ട് എനിക്ക് ജസ്റ്റ് ഒരു ഷവർമ കഴിക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ തേരാപാര കളിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടോ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. ഇതിപ്പോൾ ഇവിടെ 24 hours ആട്ടോ. എപ്പോൾ വേണമെങ്കിലും ഇൻ, എപ്പോൾ വേണമെങ്കിലും ഔട്ട്, അങ്ങനെയാണ് പരിപാടി. ഞാൻ താമസിക്കുന്ന റൂം നോക്ക്. ഇവിടെ അല്ല കേട്ടോ, ഇതിലൊരു 100-150 ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഗൈസ്, ഇവിടെ രാത്രിയും പകലൊന്നും ആരെയും കാണുന്നില്ല കേട്ടോ. ഇങ്ങനത്തെ ഏരിയയിലൊക്കെ ജോലിയും തപ്പി വന്നാലുള്ള അവസ്ഥ എൻ്റെ അമ്മോ. എന്തായാലും നമ്മൾ സിംഗപ്പൂർ പോകുന്നുണ്ടല്ലോ, സിംഗപ്പൂർ ഞാൻ നോക്കട്ടെ എന്തെങ്കിലും പരിപാടി നടക്കുമെന്ന്. ജോബ് ഓഫർ കിട്ടിയിട്ടും കാര്യമില്ല. കാര്യം അവിടെ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ അല്ലേ, അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. അത് ശരിയല്ലെങ്കിൽ എനിക്കങ്ങനെ കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആദ്യമൊക്കെ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തു കൊടുക്കുക, പക്ഷേ പിന്നെ അതിൻ്റെ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് മാത്രം കാണുന്ന ആൾക്കാർ. ടിക്കറ്റ് നമുക്ക് 2 ടൈപ്പിലെടുക്കുക. ഒന്ന് അവിടെ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് എടുക്കാം. നോക്കട്ടെ എങ്ങനെ എടുക്കുക. ടിക്കറ്റും കിട്ടും, ബാക്കി പൈസയും കിട്ടും. ഇതിപ്പോൾ നമ്മൾ നോക്കുക ടിക്കറ്റ് ഇപ്പോൾ ഏതാ എടുക്കുക. അല്ല, ട്രെയിനാണോ മെട്രോ ആണോ എനിക്കൊരു പിടുത്തല്ല. എന്തായാലും പോയി നോക്കട്ടെ. പിന്നെ ഇവിടെ ട്രെയിൻ മെട്രോക്ക് ഒരു ഇതാട്ടോ, ഒരു കോയിനാണ് കിട്ടുന്നത്. നമുക്ക് ഏതിൽ വേണമെങ്കിലും യാത്ര ചെയ്യും. ക്യാഷ് ഇനി പൈസ കൊടുത്തു ഇവിടെ. ഇത് പിന്നെ വലിയ ആളും ബഹളമൊന്നും ഇല്ലാത്ത ഏരിയയും കൂടി കേട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാം. പകലും വലുതായിട്ട് ആൾക്കാരെയൊന്നും ഞാൻ കണ്ടില്ല. ബിൽഡിങ്സ് കണ്ടില്ലേ, ഇവിടുത്തെ ബിൽഡിങ്സ് കണ്ടാൽ നമ്മളെന്താ വിചാരിക്കുക, ഭയങ്കര അടിപൊളി സമ്പന്ന രാജ്യമാണല്ലേ. സമ്പന്ന രാജ്യം പോലെ തോന്നുന്നുണ്ടോ ഇത് കണ്ടാൽ? പക്ഷേ ഇത് വലിയ പിടുത്തൊന്നുമില്ല കേട്ടോ. ഇതെന്നാണുള്ള ഞാനിപ്പോൾ തൽക്കാലം ഇതിൻ്റെ ഒരു ഡയറക്ഷൻ നോക്കിയിട്ട് പോവുകയാണ്. ഒരു മെട്രോന്ന് ഇറങ്ങി വന്ന കേട്ടോ. ഇപ്പോൾ കാണാൻ പറ്റിയൊരു സംഭവമാണ്. സ്ഥലം കണ്ടിട്ട് ഏതോ റിച്ച് പ്ലേസ് പോലെ വലിയ ഇവിടെ അത്യാവശ്യം വലിയൊരു ഷോപ്പിംഗ് മാളാണോ ഉള്ളത്. ഷവർമ പോയിട്ട് ഒന്ന് പുറത്തെടുക്കാൻ പോവാന്നുള്ള സംശയമാണ്. പിന്നെ വേറൊരു കാര്യം കാണാൻ പറ്റിയെന്താ അറിയോ, ഇവിടെ കൂടുതലും വെള്ളക്കാർ മാത്രമേ ഉള്ളൂ. നമ്മളെ ബ്രൗൺസ് പൊതുവേ കുറവാണ്. മാത്രമല്ല ലുക്ക് കണ്ടില്ലേ ഒരുമാതിരി. Yeah. Baby loan. Baby loan. This one. Okay. It's easy. Is it a shortcut? ഇവിടെ ഷവർമ കടയൊന്നും കാണുന്നില്ലല്ലോ.
നമ്മൾ ആ വിയറ്റ്നാമിലും കംബോഡിയയിലും കണ്ട സെയിം ഫുഡ് തന്നെയാണ് ഇവിടെയുള്ള. അപ്പോൾ ഇത് ഞാൻ ഷോർട്ട് കട്ടിൽ വന്ന കേട്ടോ. കാര്യം ഞാൻ ബുക്കി ബിത്താങ് വരെ ട്രെയിൻ യൂസ് ചെയ്ത് പോകുന്നില്ല. ഒരു 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 ഇതുണ്ട്, എന്താ പറയുക, നമ്മളെ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. മെട്രോ സ്റ്റേഷൻ്റെ ലൊക്കേഷൻ ഞാനിപ്പോൾ കൊടുക്കാം. അപ്പോൾ അവിടെ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ഷോപ്പിംഗ് മാളിൻ്റെ അകത്തൂടെ ബുക്കി ബിത്താങ്ങിലോട്ട് ഷോർട്ട് കട്ടിൽ വരാൻ പറ്റും. പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ അടിപൊളി ഒരു ഇതാണ്. എന്നുവെച്ചാൽ ദുബായ് മാൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ അത് കണ്ടാൽ മുതലാവും. ഗൈസ്, അപ്പോൾ എനിക്ക് ഒരാളെ കിട്ടിക്ക്. ഓക്കെ ബർഡ്സ് ടൈംസ് സ്ക്വയർ. ഗൈസ്, അപ്പോൾ എനിക്ക് ഒരാളെ കിട്ടിക്ക്. മൂപ്പര് ബംഗ്ലാദേശിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് കുറച്ചൊരു ഒരു 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 ഐഡിയ തന്നു. ജസ്റ്റ് ഒന്ന് ഒരു ചാറ്റ് കാണിച്ചു. ആളെ പക്ഷേ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ എന്ന് വെച്ചാൽ നമ്മൾ കുടുങ്ങി പോകുന്നില്ല എവിടെ. ഗൈസ്, അപ്പോൾ ബുക്കി ബിത്താങ്ങിലെത്തി. ഇങ്ങനെയാട്ടോ ഇനി പറയാം. അപ്പോൾ ഇവിടെ എന്നെ കുറച്ച് ഒരാൾ ഹെൽപ്പ് ചെയ്തേന് കേട്ടോ. എനിക്ക് ലൊക്കേഷൻ കറക്റ്റ് കിട്ടിയില്ല, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും. അപ്പോൾ ഒരു ബംഗ്ലാദേശി ആളുണ്ടായിരുന്നു. മൂപ്പരെ വീഡിയോ ഞാൻ നല്ലോണം എടുക്കാൻ നോക്കി. പക്ഷേ മൂപ്പർക്ക് അതിന് എന്തോ താല്പര്യമില്ലായ്മ കളിച്ച്, അല്ലെങ്കിൽ അറിയാത്ത പോലെ ഒന്ന്. അപ്പോൾ അതിനെക്കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അതായത് സിറ്റി അടിപൊളിയാട്ടോ, കാണാൻ മാത്രമുണ്ട്. നമ്മൾ ഏകദേശം ഒരു ദുബായ് മാളൊക്കെ പോകുന്ന ആ ഒരു ഫീൽ തന്നെ എവിടെയും കിട്ടും. അത്ര ഫീലേ ഉള്ളൂ കേട്ടോ, അതിലപ്പുറത്തോടൊന്നുമില്ല നമ്മൾ. പക്ഷേ ബുർജ് ഖലീഫിൻ്റെ അവിടെയൊക്കെ ഒരു വട്ടം ഞാൻ വിസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം ഇല്ലാതെ കുടുങ്ങി പോയതൊക്കെ. പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്ന് വെച്ചാൽ സിറ്റിയൊക്കെ ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ അത്ര വലിയ എക്സ്പെൻസീവും അല്ല, ഫുഡിനാണെങ്കിലും ബാക്കിയുള്ളതിനാണെങ്കിലും. ഉള്ളത് പറയാലോ, എനിക്ക് ഫീൽ ചെയ്ത് ഏകദേശം ഇതൊരു ദുബായ് പോലെ തന്നെയാണ് എനിക്കങ്ങനെ ഫീൽ ചെയ്ത്. കാര്യം ഒരു വട്ടം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ബുർജ് ഖലീഫാണ് രാത്രി പോയപ്പോൾ ഇങ്ങനെ കുറേ തേരാപാരം നടന്നതിനും. അപ്പോൾ ആ ഒരു അപ്പം കിട്ടുന്ന ആ ഒരു സെയിം വൈബ് തന്നെ എപ്പോഴും കിട്ടുന്നത്. ആൾക്കാരാണെങ്കിലും ബിൽഡിങ്സ് ആണെങ്കിലും ഏകദേശം എല്ലാം. നമ്മൾ വന്നിറങ്ങിയ മാളില്ലേ, അത് ഏകദേശം എനിക്ക് കറക്റ്റ് ആ ദുബായ് മാൾ തോന്നി. എനിക്ക് തോന്നുന്നു ഒരു കോപ്പി അടിച്ചുണ്ടാക്കിയാണോ. പിന്നെ പണ്ട് ഞാനിങ്ങനെ ESTK പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുക. മൂപ്പര് കൊലാലംപൂരിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ കൊലാലംപൂർ വന്നുള്ള നൈറ്റ് ലൈഫ് ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ മൂപ്പര് പറഞ്ഞു വണ്ടികൾ ഒരുപാടുണ്ടാവും, പക്ഷെ ഒരു വണ്ടി പോലും ഹോൺ അടിക്കൂല. എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും ഹോൺ അടിക്കൂല. മുമ്പ് ചാടിയാൽ ഹോൺ അടിക്കുകയും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും. മലേഷ്യയിലും ഈ ഒരു സെയിം പരിപാടി തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ദുബായിൽ നടക്കുന്ന അത്ര കച്ചവടമൊന്നും ഇവിടെ കിട്ടുന്നില്ല. എന്നാലും കുഴപ്പമില്ല, ഒരു വിധം ഓക്കെയാണ്. പിന്നെ ഇവർ കുറച്ചും കൂടി നല്ല ആൾക്കാരാണ്, നല്ല മനുഷ്യന്മാരാണ്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ കോലാലംപൂർ സിറ്റിയെ നല്ലൊരു ഒരു 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 മാതൃകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും വലിയ ബിൽഡിങ്സും സിറ്റീസൊക്കെ ഉണ്ടായിട്ട് പോലും ഇവിടെ വലിയ എക്സ്പെൻസീവ് സിറ്റി ഒന്നും പറയുന്നില്ല. കാര്യം ഇതിൽ ചീപ്പായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന കുറേ ഏരിയാസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം ദുബായ് തന്നെ. ദുബായ് ഇപ്പോൾ ബുർജ് ഖലീഫ് അങ്ങനെയും വലിയ ലോകത്തെ ഏറ്റവും വലിയ ബിൽഡിങ്ങുമാണ്. അതുപോലെ അത്രയും വലിയ വലിയ ബിൽഡിങ് ചുറ്റിനുമുണ്ട്. എന്നിട്ട് പോലും നമുക്ക് ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ മാറുകയാണെങ്കിൽ ഏകദേശം 6000 രൂപയ്ക്ക് ഒരു മാസം ജീവിക്കാനുള്ള, അല്ല ഒരു മാസം താമസിക്കാനുള്ള ഡോമെട്രി കിട്ടും. നമ്മളെ വന്ന കാര്യം മറന്നു വന്നു. ഷവർമ എന്താ തിരക്കാണുള്ളത്, എന്താ അവർ കൊടുക്കുന്നത്? അപ്പുറത്തേക്ക് പോയി അവിടെ ഞാൻ വേറൊരു സ്ഥലം കണ്ടു. ഇത് ഫുഡിൻ്റെ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം നല്ലോണം ആൾക്കാരുണ്ട്. ബിരിയാണി ഷവർമ പോയിട്ട് ഒന്ന് പുറത്തെടുക്കാൻ പോവാന്നുള്ള സംശയമാണ്. ഈ സ്നാൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിട്ടോ ആദ്യം വന്ന സ്ഥലത്ത് തന്നെ എത്തി. നമുക്കിനി ഇവിടുന്ന് ഷവർമ കഴിച്ച് പോവാം, അതാ നല്ലത്. അതിൻ്റെ ഉള്ളിൽ ഷവർമ പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ കാല് കുത്താൻ സ്ഥലമില്ല. ശരിക്കും വലുക്കുത്ത് ഒന്നും കൂടി വലുതാക്കിയാൽ പോരെ, ഇതിനങ്ങനെ ഇടങ്ങാറാവുന്നതിന് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാട്ടോ. ഞാൻ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഓല് ഫുഡ്
ഫുഡ് കഴിക്കാൻ പിന്നെ എന്തായാലും സീറ്റ് വേണമല്ലോ. ഇപ്പോൾ ഇവിടെ കിട്ടും കേട്ടോ ഷവർമ്മ. ഇവിടെ ചിക്കനും ഉണ്ട് ബീഫും ഉണ്ട്. ഇതിൽ ഏടാണുള്ളതെന്ന് പറഞ്ഞൂടെ, ചിലപ്പോൾ ലബനീസ് ആയിരിക്കും. എക്സ്ക്യൂസ് മീ, where are you from? Iran. Iran. Yes. Iran. നമുക്ക് പോകാൻ അങ്ങോട്ട്.